friends, welcome to us for online PSC coaching. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. മെയ് 19 നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ ടോപ്പിക്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന വീഡിയോസിലെല്ലാം ആ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. സോ അന്ന് ആൾമോസ്റ്റ് ഒരു 9 എക്സാംസിന് ഒരു കോമൺ ടെസ്റ്റ് ആണ്. അപ്പോൾ അതിൽ വരുന്നത് എല്ലാം ഒരു ഓവർസിയർ ഗ്രേഡ് 3 ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ അതിൽ വരുന്ന മെയിൻ സബ്ജക്ട്സ് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ, എസ്റ്റിമേഷൻ, അതേപോലെ ഡ്രോയിങ്. ഈ ഒരു 5 സബ്ജക്റ്റ് പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടാൻ പറ്റും. സോ ഇനി വരാൻ പോകുന്ന ചില വീഡിയോസിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് ചെയ്ത മിക്ക വീഡിയോസിലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരുന്നു. പിന്നെ വരുന്നത് തിയറട്ടിക്കലാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോവാം. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലൂട്ടോണിക് റോക്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ. സോ ഓപ്ഷൻസ് ഇതാണ്: ഇഗ്നിയസ് റോക്ക്, സെഡിമെന്റ് റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, ആൾ ഓഫ് ദി അബവ്. സോ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഗ്നിയസ് റോക്കിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. സോ അത് എന്താണെന്ന് പറയാം, എന്തൊക്കെയാണ് അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇഗ്നിയസ് റോക്കിനെ 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇഗ്നിയസ് റോക്കിൽ വരുന്നതാണ് പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പോബൈസൽ റോക്ക്, അതേപോലെ മൂന്നാമതാണ് വോൾക്കാനിക് റോക്ക്. സോ ഇഗ്നിയസ് റോക്ക് ഫോം ചെയ്യുന്നത് ഭൂമിക്ക് അകത്തുള്ള ഈ ലാവ അല്ലെങ്കിൽ മാഗ്മ അത് പുറത്തോട്ട് വന്ന് അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ നിന്ന് തണുത്തിട്ടുണ്ടാവുന്നതാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ. സോ ഭൂമിക്ക് അകത്താകുമ്പം അതിന് പറയുന്നത് മാഗ്മ എന്നും, അതേപോലെ ഭൂമിക്ക് പുറത്തോട്ട് വോൾക്കാനിക് ഇറപ്ഷൻ കാരണം ഭൂമിക്ക് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ലാവ എന്നും പറയും. സോ ഈ ലാവ അല്ലെങ്കിൽ മാഗ്മ ഒരുപാട് വർഷം എടുത്ത് തണുത്തിട്ടാണ് ഈ ഇഗ്നിയസ് റോക്ക് ഉണ്ടാവുന്നത്. സോ ഇത് ഈ ഭൂമിയുടെ എവിടെ നിന്ന് തണുക്കുന്നു എന്ന ബേസിലാണ് ഈ 3 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പോബൈസൽ, വോൾക്കാനിക് റോക്ക്. പ്ലൂട്ടോണിക് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അകത്ത് ഏറ്റവും അകത്ത് വളരെ ഒരുപാട് വർഷം, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് തണുക്കുന്ന റോക്കിനെയാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്, പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് പ്ലൂട്ടോണിക് റോക്കിന് എക്സാമ്പിൾ ആണ്. ഒരുപാട് വർഷം എടുത്ത്, കാരണം ഭൂമിക്ക് അകത്ത് വളരെ ചൂട് കൂടുതലായിരിക്കും. സോ ആ മോൾട്ടൻ ആയിട്ടുള്ളത് തണുക്കാൻ തന്നെ ഒരുപാട് വർഷം എടുക്കും. സോ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നാണ് പറയാറ്. അങ്ങനെ വളരെ പതുക്കെ തണുക്കുന്നതാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞാൽ. ഈ ഹൈപ്പോബൈസൽ എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പിലല്ല, കുറച്ച് ഷാലോ ഡെപ്തിൽ, അതായത് കുറച്ചുകൂടി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഭൂമിയുടെ കുറച്ചുകൂടി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തണുക്കുന്നതാണ് ഹൈപ്പോബൈസൽ റോക്ക് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾ ആണ് ഡോളറൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ, ഡോളറൈറ്റ്. പിന്നെ വരുന്നതാണ് വോൾക്കാനിക് റോക്ക്. വോൾക്കാനിക് റോക്ക് എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ഇറപ്ഷൻ കാരണം ആ ലാവ പുറത്തോട്ട് വന്നിട്ട് പുറത്തു നിന്ന് തണുക്കുന്നത്. അത് അങ്ങനത്തെ റോക്സ് വളരെ പെട്ടെന്ന് തണുക്കും. മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒന്നും ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തണുക്കുന്ന റോക്സ് ആണ്. അതിനെയാണ് വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. സോ ഈ വോൾക്കാനിക് റോക്കിന് എക്സാമ്പിൾ ആണ് ബസാൾട്ട്. സോ ഇതാണ് ഇഗ്നിയസ് റോക്കിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. സോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പ്ലൂട്ടോണിക് റോക്ക് എന്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്നാണ്. സോ ഇഗ്നിയസ് റോക്കിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റോക്സ് വിച്ച് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ഓഫ് മാഗ്മ. സോ അത് പറഞ്ഞു, ഇഗ്നിയസ് റോക്ക് ആണ് മാഗ്മ അല്ലെങ്കിൽ ലാവ കൂൾ ചെയ്തിട്ടുണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ റോക്സ് ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് വെതറിംഗ് ഓൺ ദ പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്. സോ എന്താണ് വെതറിംഗ് എന്ന് പറയാം. വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോണ് എന്തെങ്കിലും റീസൺസ് കാരണം പൊടിഞ്ഞു പോവുക, ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുക. ആ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത റോക്ക്, അതായത് ആ റോക്ക് പൊടിഞ്ഞിട്ട് സോയിലായി മാറും. ആ സോയിലിന് എന്തെങ്കിലും ഫാക്ടേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യും, അതായത് വിൻഡ് ആവാം അല്ലെങ്കിൽ വാട്ടർ ആവാം. അത് ഒരു സ്ഥലത്ത് നിന്ന് എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ ബി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അത് വീണ്ടും റോക്കായിട്ട് ഉണ്ടാവുന്ന റോക്സിനെയാണ് നമ്മൾ സെഡിമെന്റ് റോക്ക് എന്ന് പറയാം. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റോക്സ് ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് വെതറിംഗ് ഓൺ ദ പ്രീ എക്സിസ്റ്റിംഗ് റോക്ക്. മുമ്പുണ്ടായിരുന്ന റോക്കിന് വെതറിംഗ് നടന്നിട്ടുണ്ടാവുന്ന റോക്സിനെയാണ് സെഡിമെന്റ് റോക്ക് എന്ന് പറയുന്നത്. സോ അത് പല രീതിയിൽ വരാറുണ്ട് സെഡിമെന്റ് റോക്ക്. അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. ഈ സ്റ്റോണ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് പൊടിഞ്ഞു പോയി. ഇങ്ങനെ പൊടിഞ്ഞ് ഇതിൽ ഒരു കാറ്റോ അല്ലെങ്കിൽ ഒരു വിൻഡോ, ഒരു വാട്ടർ അല്ലെങ്കിൽ വിൻഡോ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഒരു ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ആകും.
സോ ഈ ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കൂടെ ഇവിടെ ഒരുപാട് വർഷം എടുത്തിട്ട് ഇത് വീണ്ടും ഒരു സ്റ്റോൺ ആയി മാറും. ഇത് ഒരു സെഡിമെന്ററി റോക്കാണ്. സോ ഇങ്ങനെ ഉണ്ടാവുന്നതിന് സെഡിമെന്ററി ഡെപ്പോസിറ്റ് എന്നാണ് പറയുക. സെഡിമെന്ററി ഡെപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് സെഡിമെന്ററി റോക്ക്. അതേസമയം ഇവിടെ ഉണ്ടാവുന്ന കോസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കൂടെ ഒരു സ്റ്റോൺ ആയിട്ട് മാറും. ഇവിടുത്തെ ഫൈൻ എല്ലാം പോയിട്ടുണ്ടാവും. ഇവിടെ കോസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം വേറൊരു സ്റ്റോൺ ആയി മാറും. അതും ഒരുപാട് വർഷം എടുത്തിട്ടാണ് സ്റ്റോൺ ആവുക. അങ്ങനെ ഉണ്ടാവുന്നത് റെസിഡൽ ഡെപ്പോസിറ്റ് ആണ്. റെസിഡ്യൂ, അതായത് ബാക്കി വരുന്ന റെസിഡൽ ഡെപ്പോസിറ്റ് ആണ്. സോ ഇതെല്ലാം സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ്. സോ ലൈം സ്റ്റോൺ ഒക്കെ ഒരു സെഡിമെന്ററി റോക്കാണ്. അപ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്ന ലൈം സ്റ്റോൺ ആണ്, അതൊരു സെഡിമെന്ററി റോക്കാണ്, ഒരു എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ആൻസർ വരിക ബി ആണ്. ഇനി മെറ്റാമോർഫിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഗ്നിയസ് റോക്ക് നേരത്തെ പറഞ്ഞു കൂളിംഗ് ഓഫ് മാഗ്മ ആണ്. ഈ സെഡിമെന്ററി റോക്ക് പറഞ്ഞു പ്രീ എക്സിസ്റ്റിംഗ് റോക്സ് കാരണം ഉണ്ടാവുന്ന വെതറിങ് നടന്നിട്ടുണ്ടാവുന്ന റോക്സ് ആണ് സെഡിമെന്ററി റോക്ക്. മെറ്റാമോർഫിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് റോക്സ്, ഇഗ്നിയസ് റോക്കിനും സെഡിമെന്ററി റോക്കിനും മെറ്റാമോർഫിസം നടക്കുക. അതായത് എന്തെങ്കിലും ഹീറ്റോ അല്ലെങ്കിൽ പ്രഷറോ ഈ റോക്സിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ഇപ്പം ഉള്ള ഈ ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ഗ്രാനൈറ്റിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. സോ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ റോക്കായിട്ട് മാറും. അങ്ങനെ വരുന്ന റോക്കിനെയാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുക. സോ മെറ്റാമോർഫിസ് ആണ് ആ ഒരു പ്രോസസ്സിനെ പറയാം. മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് മെറ്റാമോർഫിസ് എന്ന് പറയുക. സോ അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് മെറ്റാമോർഫിസത്തിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ലൈം സ്റ്റോൺ മാർബിളായി മാറുന്നത്. സോ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സെഡിമെന്ററി റോക്കാണ്. അതിന് മെറ്റാമോർഫിസം നടന്നിട്ടുണ്ടാവുന്നതാണ് മാർബിൾ. സോ മാർബിൾ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാമോർഫിക് റോക്കാണ്. സോ ഇതിന് എക്സാമ്പിൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർബിൾ മെറ്റാമോർഫിക് റോക്കാണ്, ലൈം സ്റ്റോൺ സെഡിമെന്ററി റോക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റോക്സ് വിച്ച് ഹാവ് എ ഗ്ലാസി സ്ട്രക്ചർ. ഗ്ലാസി സ്ട്രക്ചർ ഉണ്ടാവുന്ന ഒരു റോക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് ആൻസർ വരുന്നത് വോൾക്കാനിക് റോക്കാണ്. സോ അതെങ്ങനെയാണെന്ന് പറയാം. ഇഗ്നിയസ് റോക്കിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. നമ്മൾ പറഞ്ഞു അതിൽ ഫസ്റ്റ് വണ്ണാണ് വോൾക്കാനിക് റോക്ക്, രണ്ടാമത്താണ് പ്ലൂട്ടോണിക് റോക്ക്, മൂന്നാമത്താണ് ഹൈപ്പോബൈസൽ റോക്ക്. അത് നേരത്തെ പറഞ്ഞു വോൾക്കാനിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് പുറത്ത് തണുത്തിട്ടുണ്ടാകുന്ന റോക്കാണ്. അതിന് ഉണ്ടാകുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഫൈൻ ആണ്. എക്സ്ട്രീംലി ഫൈൻ അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ഗ്ലാസി സ്ട്രക്ചർ. പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഏറ്റവും അകത്ത് ഉണ്ടാവുന്ന റോക്സ് ആണെന്ന് പറഞ്ഞു. സോ അതിനുണ്ടാവുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോസ് ഗ്രെയിൻഡ് ആണ്. അതായത് വലിയ തരികളായിരിക്കും അതിലുണ്ടാവുക, കോസ് ഗ്രെയിൻഡ് ആണ്. ഹൈപ്പോബൈസൽ ഉണ്ടാവുന്നത് ഫൈൻ ഗ്രെയിൻഡ് ആണ്. സോ ഇവിടെ ചോദിച്ചാൽ ഗ്ലാസി സ്ട്രക്ചർ ആണ്. ഗ്ലാസി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് വോൾക്കാനിക് റോക്ക് ആണ്. സോ ഒരു ഗ്ലാസ് പോലെ വളരെ എക്സ്ട്രീംലി ഫൈൻ ആയിട്ടുള്ളതായിരിക്കും ഇഗ്നിയസ് റോക്കിൽ വരുന്ന വോൾക്കാനിക് റോക്ക്. സോ ഇവിടെ ആൻസർ വരിക വോൾക്കാനിക് റോക്ക് ഡി എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, which of the following is true? Limestone is a metamorphic rock that is formed from the sedimentary rock marble. Quartzite is a metamorphic rock that is formed from the sedimentary rock sandstone. Shale is a metamorphic rock that is formed from the sedimentary rock slate. സോ ഇവിടെ ഓരോ ഓപ്ഷൻസ് നോക്കാം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ലൈം സ്റ്റോണിന്റെയും മാർബിളിന്റെയും കാര്യം പറഞ്ഞു. സോ മാർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെറ്റാമോർഫിക് റോക്ക് ആണ്. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ തന്നത് സെഡിമെന്ററി റോക്ക് എന്നാണ്. രണ്ടും നേരെ തിരിച്ചാണ് തന്നുള്ളത്. ലൈം സ്റ്റോൺ ആണ് സെഡിമെന്ററി റോക്ക്. സോ ഓപ്ഷൻ എ കറക്റ്റ് അല്ല, അത് ഫാൾസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ക്വാർട്സൈറ്റ് ഈസ് എ മെറ്റാമോർഫിക് റോക്ക് ദാറ്റ് ഈസ് ഫോർmed ഫ്രം ദ സെഡിമെന്ററി റോക്ക് സാൻഡ്സ്റ്റോൺ. സോ ഇത് കറക്റ്റ് ആണ്. ക്വാർട്സൈറ്റ് ഒരു മെറ്റാമോർഫിക് റോക്ക് ആണ്, അതേപോലെ തന്നെ സാൻഡ്സ്റ്റോൺ ഒരു സെഡിമെന്ററി റോക്ക്. സോ ഓപ്ഷൻ ബി ആണ് വരിക. ഇനി ഓപ്ഷൻ സി കൂടി നോക്കാം. ഷെയിൽ ഈസ് എ മെറ്റാമോർഫിക് റോക്ക് ദാറ്റ് ഈസ് ഫോർmed ഫ്രം ദ സെഡിമെന്ററി റോക്ക് സ്ലേറ്റ്. ഇതും തിരിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. സ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെറ്റാമോർഫിക് റോക്ക് ആണ്. സോ എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സ്ലേറ്റ് മെറ്റാമോർഫിക് റോക്ക് ആണ്. അതേപോലെ ഷെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെഡിമെന്ററി റോക്ക് ആണ്. ഷെയിലിന് മെറ്റാമോർഫിസം നടന്നിട്ടാണ് സ്ലേറ്റ് ഉണ്ടാവുന്നത്. സോ ആ ഒരു പോയിന്റ് കൂടി അറിയണം. ഷെയിലിന് മെറ്റാമോർഫിസം നടന്നിട്ടാണ് സ്ലേറ്റ് ഉണ്ടാവുന്നത്. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ബി ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, മെറ്റാമോർഫിസം ഡ്യൂ ടു ഹീറ്റ് ആൻഡ് ഡയറക്ട് പ്രഷർ. സോ നേരത്തെ പറഞ്ഞു മെറ്റാമോർഫിസം എന്ന് പറയുന്ന പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്കിന് അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കിന് മെറ്റാമോർഫിസം എന്ന് പറയുന്ന, അതായത് ഹീറ്റോ അല്ലെങ്കിൽ പ്രഷർ ആക്ട് ചെയ്തിട്ട് ഉണ്ടാവുന്ന മെറ്റാമോർഫിസം നടന്നിട്ടാണ് മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്നത്. സോ ഈ മെറ്റാമോർഫിസം നടക്കാനുണ്ടാവുന്ന മെയിൻ ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ഹീറ്റ് ആണ്, രണ്ടാമതാണ് പ്രഷർ. ഹീറ്റും പ്രഷറും കാരണം കൊണ്ടാണ് മെറ്റാമോർഫിസം നടക്കുന്നത്. ഈ പ്രഷർ തന്നെ രണ്ട് രീതിയിലുണ്ട്. അതിലൊന്നാണ് ഡയറക്റ്റ് പ്രഷർ,
രണ്ടാണ് യൂണിഫോം പ്രഷർ. സോ ഡയറക്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്നത് സാധാരണ സോളിഡ്സിലാണ്. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടേബിളിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ ഫിംഗർ പ്രസ് ചെയ്യുമ്പം ആ പ്രഷർ ആക്ട് ചെയ്യുന്ന ആ പോയിന്റിലായിരിക്കും, എവിടെയാണോ ഫിംഗർ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുക. ബാക്കി ടേബിളിൽ വരുന്ന ബാക്കി സ്ഥലത്തൊന്നും ആ പ്രഷർ ആക്ട് ചെയ്യില്ല. പക്ഷേ യൂണിഫോം പ്രഷർ ആക്ട് ചെയ്യുന്നത് ലിക്വിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസിലാണ്, അതായത് ഫ്ലൂയിഡ്സിലാണ് ആക്ട് ചെയ്യുക, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ്. സോ ലിക്വിഡിൽ നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പ്രഷർ ഒരു പോയിന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യാറുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് ആക്ട് ചെയ്യുന്നത് ലിക്വിഡിലാണ്, യൂണിഫോം പ്രഷർ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹീറ്റും ഡയറക്റ്റ് പ്രഷറും കാരണം ഉണ്ടാകുന്ന മെറ്റമോർഫിസം. സോ ഇതിൽ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് 3 എന്താണെന്ന് ആദ്യം പറയാം. തെർമൽ മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് തെർമൽ. സോ ഹീറ്റ് കാരണം കൊണ്ടുണ്ടാകുന്ന മെറ്റമോർഫിസം ആണ് തെർമൽ മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ. കറ്റാക്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രഷർ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു മെറ്റമോർഫിസം ആണ് കറ്റാക്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഡൈനാമോ തെർമൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റും ആക്ട് ചെയ്യും, അതേപോലെ തന്നെ ഡയറക്റ്റ് പ്രഷറും ആക്ട് ചെയ്യും. സോ ഇവിടെ ആൻസർ വരിക സി ആണ് ആൻസർ വരിക. 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്കേഴ്സ് അറ്റ് എ ലാർജർ ഡെപ്ത്? തെർമൽ മെറ്റമോർഫിസം, കറ്റാക്ലാസ്റ്റിക് മെറ്റമോർഫിസം, ഡൈനാമോ തെർമൽ മെറ്റമോർഫിസം, പ്ലൂട്ടോണിക് മെറ്റമോർഫിസം. സോ ഈ 3 നമ്മൾ നേരത്തെ പറഞ്ഞു, തെർമൽ, കറ്റാക്ലാസ്റ്റിക്, ഡൈനാമോ തെർമൽ പറഞ്ഞു. ഇനി 4ാമത്തെ ഒരു മെറ്റമോർഫിസം ഉണ്ട്, അതിനെയാണ് പ്ലൂട്ടോണിക് മെറ്റമോർഫിസം എന്ന് പറയാം. ഈ പ്ലൂട്ടോണിക് മെറ്റമോർഫിസം കാരണങ്ങൾ ഇതാണ്. ഒന്ന് ഹീറ്റും അതേപോലെ തന്നെ യൂണിഫോം പ്രഷറുമാണ്. യൂണിഫോം പ്രഷർ മുമ്പത്തെ പറഞ്ഞു. ഡൈനാമോ തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റും അതേപോലെ തന്നെ ഡയറക്റ്റ് പ്രഷർ ആയിരുന്നു. കറ്റാക്ലാസ്റ്റിക് മെറ്റമോർഫിസം പറഞ്ഞാൽ ഡയറക്റ്റ് പ്രഷർ മാത്രമാണ്. തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ഇങ്ങനെ 4 ടൈപ്പ് മെറ്റമോർഫിസം ആണ് നടക്കാറുള്ളത്. സോ ഇവിടെ പ്ലൂട്ടോണിക് മെറ്റമോർഫിസം പറഞ്ഞു, ഇവിടെ യൂണിഫോം പ്രഷർ ആണ്. സോ യൂണിഫോം പ്രഷർ ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ ലിക്വിഡ് ആയിരിക്കണം. സോ ഭൂമിയുടെ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഭൂമിയുടെ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ, ഭൂമിക്ക് അകത്ത് ഏറ്റവും അകത്ത് ഈ റോക്സ് എല്ലാം ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു പ്ലാസ്മ സ്റ്റേജിലായിരിക്കും. അവിടെ സോളിഡ് ആയിട്ടുണ്ടാവില്ല. ആ അത്രയും ചൂട് കാരണം വളരെ പതുക്കെ അത് തണുക്കുള്ളൂ. സോ അവിടെ ഒരു ലിക്വിഡ് സ്റ്റേജിലായിരിക്കും. സോ ആ ലിക്വിഡ് സ്റ്റേജിൽ ആക്ട് ചെയ്യുന്നതാണ് യൂണിഫോം പ്രഷർ. സോ യൂണിഫോം പ്രഷർ ഉണ്ടാവണമെങ്കിൽ അപ്പോൾ അതിൽ ഏറ്റവും ലാർജ് ഡെപ്തിലായിരിക്കും അത് ആക്ട് ചെയ്യേണ്ടത്. സോ അവിടെ നടക്കുന്നത് പ്ലൂട്ടോണിക് മെറ്റമോർഫിസം ആണ്. സോ ഭൂമിയുടെ ഏറ്റവും അടിയിൽ അല്ലെങ്കിൽ ഏറ്റവും ലാർജ് ഡെപ്തിൽ നടക്കുന്ന മെറ്റമോർഫിസം ആണ് പ്ലൂട്ടോണിക് മെറ്റമോർഫിസം. അവിടെ ആക്ട് ചെയ്യുന്നത് യൂണിഫോം പ്രഷറും അതേപോലെ ഹീറ്റും ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്? സോ റോക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം പറയാം. എങ്ങനെയാണ് റോക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? റോക്സിനെ മെയിനായിട്ട് 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റോക്സ് എവിടെ ഫോം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ അത് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്നതാണ് ഇഗ്നിയസ്, മെറ്റാമോർഫിക്, പിന്നെ സെഡിമെന്ററി. അങ്ങനെ 3 റോക്സ് നേരത്തെ പറഞ്ഞു. 2ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, നമുക്ക് ആ ഒരു സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കണ്ടാൽ മനസ്സിലാവും അത് എങ്ങനത്തെ ടൈപ്പ് റോക്സ് ആണ്. അങ്ങനത്തെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. സോ അതിൽ വരുന്ന 3 ടൈപ്പാണ് സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ്, 3ാമതാണ് ഫോലിയേറ്റഡ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ 3ാമത്തെ വരുന്നത് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കലിൽ വരുന്നത് ആർജില്ലേഷ്യസ് റോക്ക് ഉണ്ട്, സിലീഷ്യസ് ഉണ്ട്, 3ാമതാണ് കാൽക്കേരിയസ്. അങ്ങനെ 3 ടൈപ്പാണ് അവിടെയും വരുന്നത്. സോ ഇനി ജിയോളജിക്കൽ പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് ആണ് ഫസ്റ്റ്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോക്സിന് പല സ്ട്രാറ്റാസ് ഉണ്ടാവും. അതായത് ഇപ്പം ഈ ഫിഗറിൽ കാണിച്ച പോലെ ഇതിന് ഓരോ ഭാഗത്ത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഓരോ സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാ സ്ഥലത്തും ഓരോ ലെയർ, ഓരോ അട്ടിക്കാണ് സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം പല സ്ട്രാറ്റാസ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയാം. അപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ സെഡിമെന്ററി റോക്ക് ഒരു എക്സാമ്പിൾ ആണ് സ്ട്രാറ്റിഫൈഡ് റോക്കിന്. അതായത് ഒരു നേരത്തെ പറഞ്ഞു, അതായത് ഒരു കുറച്ച് സോയിൽ തരികളുടെ മുകളിൽ അടുത്ത സോയിലിന്റെ തരികൾ വരും, പിന്നെ കുറേ കാലത്തിന് ശേഷം വീണ്ടും അടുത്ത് വരും. ഇങ്ങനെ പിന്നെ ഇത് അവസാനം ഒരു റോക്കായിട്ട് ഫോം ചെയ്യും. സോ അത് ഒരു സ്ട്രാറ്റ ബൈ സ്ട്രാറ്റയാണ് ആ റോക്ക് ഫോം ചെയ്യുക. അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയുക.
അൺസ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിനെ ഒരു മൊത്തത്തിലൊരു സ്ട്രാറ്റാസ് ഒന്നും ഉണ്ടാവില്ല, ഒരു മൊത്തം ഒരു മാസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇഗ്നിയസ് റോക്ക് ഒരു എക്സാമ്പിൾ ആണ്. അതായത് ലാവ പുറത്തോട്ട് വരുമ്പോൾ ഒരു മാസ് ആയിട്ടാണ് വരിക, അല്ലാതെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടില്ല വരിക, ഒരു മൊത്തത്തിലൊരു മാസ് ആയിട്ടാണ് അത് ഫില്ല് ചെയ്യുക. സോ അത് തണുത്തുണ്ടാവുന്നതാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാൽ. ഫോളിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന് ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിൽ ആയിരിക്കും അത് ഉണ്ടാവുക, അതിനൊരു ലെയേഴ്സ് ഉണ്ടാവുക. അത് മീൻസ് ആ കല്ല് പൊട്ടിക്കണമെങ്കിൽ, ആ സ്റ്റോൺ പൊട്ടിക്കണമെങ്കിൽ കറക്റ്റ് ഒരു പാരലൽ ലെയറിൽ അത് പൊട്ടണം എന്നില്ല, അത് ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിലാണ് അത് ബ്രേക്ക് ആവുക. അതിനെയാണ് ഫോളിയേറ്റഡ് എന്ന് പറയുക. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് പിന്നെ ആർജിലേഷ്യസ്, സിലീഷ്യസ്, കാൽക്കേരിയസ്. ആർജിലേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ക്ലേ ആണ് മെയിൻ കണ്ടന്റ് ആർജിലേഷ്യസിൽ. സിലീഷ്യസിൽ വരുന്നത് സിലിക്കയാണ് മെയിൻ കണ്ടന്റ്. കാൽക്കേരിയസ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാം, മാർബിളൊക്കെ കാൽക്കേരിയസ് റോക്സ് ആണ്. സോ ഇങ്ങനെ 3 ടൈപ്പാണ്. ഇവിടെ ചോദിച്ചുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ്. സോ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോളിയേറ്റഡ് റോക്ക് ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ റോക്സ് ഇൻ വിച്ച് ക്ലേ പ്രിഡോമിനേറ്റ്സ്. ക്ലേ കൂടുതലുള്ള റോക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓരോന്നിനെ നോക്കാം. സിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ സിലിക്കയാണ് അവിടെ കൂടുതൽ. മെറ്റാമോർഫിക് റോക്കിൽ പ്രത്യേകിച്ച് പറയാനില്ല, മുമ്പ് പറഞ്ഞതാണ്, ഫോളിയേറ്റിനും പറഞ്ഞു. ആർജിലേഷ്യസിൽ കൂടുതലുള്ളത് ആർജിലാണ്. ആർജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലേ എന്നാണ്. സോ ക്ലേ കൂടുതലുള്ളത് ആർജിലേഷ്യസ് റോക്കിലാണ്. സിലീഷ്യസിൽ സിലിക്കയാണ് കൂടുതലുണ്ടാവുക. സോ ഇതിന് എക്സാമ്പിൾ ആണ്, ആർജിലേഷ്യസ് എക്സാമ്പിൾ ആണ് ലാറ്ററൈറ്റ്. നമ്മൾ വെട്ടുകല്ലൊക്കെ ഒരു ആർജിലേഷ്യസ് റോക്കിന് ഒരു എക്സാമ്പിൾ ആണ്. അതിൽ കൂടുതൽ ഉണ്ടാകുന്നത് ഈ ക്ലേ തന്നെയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ റോക്സ് ഇൻ വിച്ച് ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺസ്റ്റിറ്റ്യൂവൻസ് പ്രസന്റ് ഇൻ സറൗണ്ടിങ് എൻവയോൺമെന്റ്. സറൗണ്ടിങ് എൻവയോൺമെന്റിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റോണിന്റെ ഡ്യൂറബിലിറ്റി ഏതാണ് അത് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓരോന്ന് ഇത് നോക്കാം. സിലീഷ്യസ് എന്ന് പറഞ്ഞാൽ അതിൽ സിലിക്കയാണ് കൂടുതൽ എന്ന് പറഞ്ഞു. കാൽക്കേരിയസിൽ കാൽഷ്യം കാർബണേറ്റ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞു, കാൽഷ്യം കാർബണേറ്റ്. അതേപോലെ ആർജിലേഷ്യസിൽ ക്ലേ ആണ് ഉണ്ടാവുന്നത്. സോ സിലീഷ്യസിനും ആർജിലേഷ്യസിനും ഈ എൻവയോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യില്ല ഡ്യൂറബിലിറ്റി. പക്ഷെ കാൽക്കേരിയസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർബിളും അതേപോലെ ലൈം സ്റ്റോൺ ആണ്. സോ മാർബിൾ എന്ന എക്സാമ്പിൾ എടുത്താൽ ഞാൻ മതി. വീട്ടിലിപ്പോൾ മാർബിളിന്റെ ഒരു ഫ്ലോറിംഗ് ആണുള്ളതെങ്കിൽ അതിൽ ഒരു ആസിഡ് വീണ് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ബാറ്ററിയുടെ ഒരു ആസിഡ്, അതായത് ഇൻവേർട്ടർ ബാറ്ററി ഒക്കെ ഉണ്ടാവും, അതിന്റെ ആസിഡ് വീഴുക, അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ ഇതൊക്കെ ഒരു പാടൊക്കെ ഒരു ഡ്രോപ്പ് ഒക്കെ വീണ് കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു ഡിസ്കളറേഷൻ സംഭവിക്കും. അതായത് അവിടെ, കാരണം ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ആണ്, കാൽഷ്യം കാർബണേറ്റിന് ഈ ആസിഡ് റിയാക്ട് ചെയ്യും. സോ അങ്ങനെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിനെ മൊത്തം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുന്ന റോക്ക്, അതിന്റെ ഡ്യൂറബിലിറ്റി റോക്ക് കാൽക്കേരിയസ് റോക്കാണ്. അതിന് വേറെ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് താജ്മഹലാണ്. താജ്മഹൽ മൊത്തം ഉണ്ടാക്കിയത് മാർബിളാണ്. സോ അവിടെ മെയിൻ ആയിട്ട് ഇപ്പം അതിനെ എഫക്ട് ചെയ്യുന്നൊരു അതിന്റെ ഡ്യൂറബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന മെയിൻ പ്രശ്നം ആസിഡ് റെയിൻ ആണ്. സോ ആസിഡ് റെയിനിൽ അവിടെ നടക്കുന്ന ഒരു ആസിഡ് അറ്റാക്കാണ് അവിടെ നടക്കുന്നത്. സോ അവിടെ അപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻവയോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യും. സോ എൻവയോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് കാൽക്കേരിയസ് റോക്കാണ് അതിനെ മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ്